പച്ചപ്പണിഞ്ഞ പാടശേഖരങ്ങളും നെടുകയും കുറുകയും ഒഴുകുന്ന തോടുകളും വെള്ളത്തിന് മീതെ കെട്ടിപ്പൊക്കിയ ഒരു അത്ഭുത ലോകമാണ് കുട്ടനാട്. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുട്ടനാട്ടിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ഷാപ്പിലാണ്. അതാണ് ആറ്റുമുഖം ഷാപ്പ്. പേരുപോലെ തന്നെ ശരിക്കും ആറ്റിന്റെ മുഖത്താണ് ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. നോക്കുന്നിടത്തെല്ലാം കായലിന്റെ നീലപ്പരപ്പും പച്ചപ്പും മാത്രം. ഇതിലൂടെ വലിയ ബോട്ടുകളും വള്ളങ്ങളും കടന്നു പോകുന്ന ആ കാഴ്ച കണ്ടങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പുറത്തെ കാഴ്ചകൾ കണ്ട ശേഷം നേരെ പോയത് കിച്ചണിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകൾ അതിലും മനോഹരമാണ്. അത്രക്കധികം ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. എന്ത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും ആർക്കായാലും വന്നു പോകും. കാരണം അത്രക്കധികം ഐറ്റംസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തു. ഇനി അത് കിട്ടാനായിട്ടുള്ള കാത്തിരിപ്പാണ്. അതുവരെ അവിടെ വന്ന് ചുറ്റിക്കാണുക, സീറ്റ് പിടിക്കുക, അതൊക്കെയാണ് അടുത്ത പരിപാടി. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തി. ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എന്തോരം ഉണ്ടാവുമെന്ന്. നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും എല്ലാം ഒന്നും എനിക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കള്ളം പറയുന്നില്ല. എനിക്ക് എല്ലാം ഒന്നും ഇഷ്ടമായില്ല. കൂടെയുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ്. ഒരു സദ്യ കഴിക്കാനുള്ള തിരക്കവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഫുഡ് കിട്ടാനൊന്നും അധികം താമസമുണ്ടായിരുന്നില്ല. അതെല്ലാം വേഗം തന്നെ കിട്ടി. പക്ഷെ കഴിച്ചു തീർക്കാൻ കുറച്ച് സമയമെടുത്തു. കാഴ്ചകളെല്ലാം കണ്ട് കഴിക്കാൻ കുറച്ച് സമയം വേണമല്ലോ. അതുകൊണ്ടാണ് അത്ര അധികം താമസം വന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി കൂടെയുള്ളവരുടെ റിവ്യൂ എന്താന്ന് നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അപ്പോൾ നിങ്ങൾ കുട്ടനാട് വഴി വരികയാണെങ്കിൽ നല്ല കായൽ കാഴ്ചകളും കണ്ട് വയറ് നിറച്ച് നല്ല നാടൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും ആറ്റുമുഖ ഷാപ്പ് മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന അടിപൊളി ഫുഡ് സ്പോട്ടുകൾ താഴെ കമന്റായിട്ട് എഴുതാനും മറക്കണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇതേപോലെ തന്നെ എടുത്തിട്ട് കേട്ടോ.